നമസ്കാരം. ഊട്ടി നിന്നും പൂനെ വരെ ട്രെയിനിൽ പോവാണ്. നേരെ ട്രെയിൻ, ഇതാണ് ട്രെയിൻ ബാക്ക് കണ്ടില്ലേ. അപ്പോൾ 1 മണിക്കൂറാണ് യാത്ര. 150 രൂപയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്താൽ പോകണം കേട്ടോ. പിന്നെ ഇതിൻ്റെ എഞ്ചിൻ മുമ്പിലാണ്. അങ്ങോട്ട് പോകുമ്പം എഞ്ചിൻ വലിച്ചുകൊണ്ട് പോയാൽ, ഇങ്ങോട്ട് വരുമ്പോൾ ബാഗ് തള്ളി കയറ്റി ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ട്രെയിനുള്ള കാഴ്ചകൾ കാണാം. ഊട്ടി നിന്നും കൂനൂർ വരെ 1908 ട്രെയിനിൽ യാത്ര ചെയ്യാൻ പോകുന്നത്. 1 മണിക്കൂറാണ് യാത്ര. 18 കിലോമീറ്ററാണ് യാത്ര. ട്രെയിൻ വന്ന് കിടപ്പുണ്ട്. ഇത് ഫസ്റ്റ് ക്ലാസ് ആണ്. ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് എടുത്തിട്ടില്ല. നമ്മൾ സെക്കൻഡ് ക്ലാസ് റിസർവേഷനാണ്, സിറ്റിംഗ്. TTR ആണ്. ബോഗി നമ്പർ എഴുതിയിട്ടുണ്ട്, D1 D2. ഇത് അൺറിസർവ്ഡ് ബോഗി ഉണ്ട്. ഇത് ജനറൽ ബോഗിയാണ്, അൺറിസർവ്ഡ് ജനറൽ ബോഗി. ഇത് ഓൾസോ ഇതും ഫസ്റ്റ് ക്ലാസ് ആണ്. ഫസ്റ്റ് ക്ലാസ് മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. എഞ്ചിൻ നമ്മളോടത്തെ എഞ്ചിനാണ്, ചെറിയ എഞ്ചിനാന്നേ ഉള്ളൂ. ഇതേപോലെ MSL 2203.247 മീറ്റർ ഹൈറ്റിലാണ്. 2 കിലോമീറ്ററും 300 മീറ്റർ ഹൈറ്റിലാണ് ഇതുള്ളത്. ഡീസൽ എഞ്ചിനാണ്. പണ്ട് കരിയായിരുന്നു, ഇപ്പോൾ ഡീസലാണ്. ഇത് ജസ്റ്റ് ടൂറിസ്റ്റിനെ കൊണ്ടുപോകാൻ ട്രെയിൻ ആക്ച്വലി പറയുകയാണെങ്കിൽ. അല്ലാണ്ട് ഇതിപ്പം കൂടുതൽ ട്രെയിനിന് പോകില്ല, അധികം ആൾക്കാരും പോകില്ല. ടൂറിസ്റ്റിനാണ്. പിന്നെ ഇതിന് മെട്രോപോളിറ്റൻ ട്രെയിൻ ഉണ്ട്. മെട്രോപോളിറ്റൻ 4 മണിക്കൂർ കൊടുക്കും. ഇതാണ് ഊട്ടി സ്റ്റേഷൻ. ഊട്ടിക്ക് ഉദകമണ്ഡലം എന്നാണ് പറയട്ടെ, എല്ലാവർക്കും അറിയായിരിക്കും. ഉദകമണ്ഡലം എന്നാണ് പറയുക. ഈ റെയിൽവേ സ്റ്റേഷനടുത്ത് ഹെറിറ്റേജ് മ്യൂസിയം ഉണ്ട് കേട്ടോ, റെയിൽവേൻ്റെ. പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ളതാണല്ലോ. പണ്ട് കുറേ സംഭവങ്ങളും ട്രെയിനിൻ്റെ കുറേ സംഭവങ്ങളൊക്കെയാണ്. ഗ്യാസ് ലാമ്പ്, പഴയ ലാമ്പാണ്. ടിക്കറ്റ് ട്യൂബ്, പഴയ ടിക്കറ്റ് അടിക്കാൻ മെഷീൻ, കുറയ്ക്ക് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പെട്രോമാക്സ്, ടൈപ്പ് പഴയ ക്ലോക്ക്. SIR മീൻസ് സൗത്ത് ഇന്ത്യൻ റെയിൽവേ, മദ്രാസ് റെയിൽവേ. SIR സൗത്ത് ഇന്ത്യൻ റെയിൽവേ ക്യാമ്പ്. ഇതാ ലൈറ്റിൻ്റെ സിഗ്നൽ, മാനുവൽ സിഗ്നൽ. എന്നിട്ട് ഹാൻഡ് സിഗ്നൽ ലാമ്പാണ്. ഉള്ളിൽ ലൈറ്റ് കത്തിച്ചിട്ടില്ല, പണ്ട് കണ്ടു കൊടുക്കുന്നുണ്ട്. വാട്ടർ ഫിൽറ്റർ, വാട്ടർ ഫാസ്റ്റ്, വെസ്റ്റേൺ ടൈപ്പ് ക്ലോസറ്റ്. ട്രെയിനിൻ്റെ പണ്ടത്തെ ട്രെയിനിൻ്റെ ക്ലോസറ്റാണ്, ഇന്ത്യൻ ടൈപ്പ് ക്ലോസറ്റ്. വാട്ടർ കണ്ടെയ്നേഴ്സ്. പിന്നെ കുറേ ഫോട്ടോസൊക്കെ ഉണ്ട് ഇതിൽ. കുന്നൂർ ഡിവിഷൻ്റെ ഉണ്ട്. പാലക്കാട് ഡിവിഷൻ കുന്നൂർ. ഓക്കെ, ഇത് പാലക്കാട് ഡിവിഷനിലാണ്. പാലക്കാട് ഡിവിഷൻ കുന്നൂർ. ബ്രിട്ടീഷ് റെയിൽവേ ഓഫീസ് ഇൻസ്പെക്ടിംഗ് ദ റെയിൽവേ. ഓക്കെ, British Mountain Railways. near railway station, Uttak Udagamandal. പഴയ ട്രെയിൻ മോണ്ടില്ലേ, ആ പഴയ എഞ്ചിൻ, ആദ്യ എഞ്ചിൻ എല്ലാവരും കണ്ടതായിരിക്കും കേട്ടോ. യുനെസ്കോ സർട്ടിഫൈഡ് ആണ് മോണ്ടൻ റെയിൽവേ. പഴയ ടോക്കൺ പൗച്ചല്ലേ, അവിടെ കൈ കൊടുക്കാറില്ല ട്രെയിൻ പോകുമ്പോൾ. ट्रेन
ഊട്ടി സ്റ്റേഷൻ വിട്ടു. ഊട്ടി ബസ് സ്റ്റാൻഡാണ് കേട്ടോ, ഗവൺമെൻറ് ബസ് സ്റ്റാൻഡ്. റെയിൽവേൻ്റെ സൈഡിലുള്ളത് പോകുമ്പോൾ കാണാൻ നമുക്ക്. KSRTC കിടപ്പുണ്ട്, സൂപ്പർ ഫാസ്റ്റൊക്കെ കിടപ്പുണ്ട്. ഊട്ടി ലേക്കാണ്, ലേക്ക് പാസ് പോകുന്നത്. ഊട്ടി ലേക്കാണ്. അപ്പോൾ ഊട്ടിയുടെ ഭാഗങ്ങളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുള്ള് കൃഷിയാണ് കേട്ടോ, പല പല പച്ചക്കറികളും ഫ്രൂട്ട്സുകളും എല്ലാം കൃഷിയാണ് ഇവിടെയൊക്കെ. അപ്പം അങ്ങനെ ഊട്ടിയുടെ മനോഹരമായ തേയിലത്തോട്ടങ്ങൾ കണ്ടു തുടങ്ങി. 300 കഴിഞ്ഞ് തേയിലത്തോട്ടങ്ങളാണ്, നല്ല അടുക്കും ചിട്ടോടെ അടിപൊളിയാക്കി വെച്ചിരിക്കുന്ന നല്ല വാലികൾ. ഇതാണ് ഈ ട്രെയിൻ യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് കണ്ടുകൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ള കാര്യമാണ്. അടുത്ത ടണലിലേക്ക് കയറാൻ ട്രെയിൻ, ചെറിയ ടണലിലാണ്. ദിസ് ഈസ് ലവ്ലി. അടിപൊളി വ്യൂ ആണ് കേട്ടോ. ട്രെയിനിൻ്റെ പ്രത്യേകത, ട്രെയിനിൻ്റെ യാത്രയിൽ മാത്രമല്ല, ഈ സൈറ്റ് സീയിങ് കണ്ടിങ്ങനെ പോകാം. സൈഡിൽ ഊട്ടിയിലെ ഇന്റീരിയർ ഭാഗങ്ങൾ കണ്ടിങ്ങനെ പോകാൻ നല്ല രസമാണ്. പിന്നീടൊക്കെ ടണലിൽ കൂടെ പോകും. ഭയങ്കര സ്റ്റീപ്പാട്ടോ. വെരി നൈസ്, വെരി നൈസ്. പല കളർഫുൾ വീട് അവർ പ്രത്യേകത, പല പല കളറാണ് വീടിൻ്റെ കളറുകൾ എല്ലാം. നീല, പച്ച, ചുവപ്പ്, ഒരു വല്ലാത്തൊരു അനുഭൂതിയ വീടും കളിയും കാണാൻ. ഭയങ്കര വ്യൂ ആണ്, ഭയങ്കര വ്യൂ ആണ്. നല്ലൊരു വാലിയാണ്. ഇവിടെയൊക്കെ കൃഷിയുണ്ട്, എല്ലാം മുറച്ചിട്ട് തണുപ്പ് കൂടുതൽ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. കൃഷിക്ക് തണുപ്പ് കൂടുതൽ പറ്റില്ലല്ലോ, അപ്പോൾ അതടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം കവർ ചെയ്തിട്ടാണ് കൃഷി ചെയ്യണത്. അതാ ആ കാണുന്ന മല തുറന്ന് പോവാണ്. അവിടെ വലിയൊരു ടണലുണ്ട്, പക്ഷെ ലെങ്ത് ഇല്ല, പക്ഷെ ലൈറ്റ് ഉണ്ട്. അപ്പം അങ്ങനെ പോയി നമ്മൾ യൂക്കാലി തോട്ടങ്ങളിലേക്ക് പോവാണ് ഇപ്പോൾ. യൂക്കാലിത്തോട്ടങ്ങൾക്കിടയിലൂടെ യാത്ര അതിമനോഹരമാണ് കേട്ടോ, ഒന്നും പറയാനില്ല. യൂക്കാലിൻ്റെ സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ. ഒരു ഭാഗത്ത് മോൾ ഭാഗത്ത് തേയിലത്തോട്ടങ്ങൾ കാണാം, മറുഭാഗത്ത് യൂക്കാലിത്തോട്ടം. സഹോദരന്മാർ ഒഴിക്കുന്നുണ്ട്. നമ്മളെ പഴയ സ്റ്റൈൽ സിഗ്നലാണ്, സിഗ്നൽ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് നിർത്തിയാണ് ട്രെയിൻ. മുകളിൽ കണ്ടല്ലേ ചോപ്പ്, സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. അവിടെ സിഗ്നൽ വലുതാണ്, പഴയ ടൈപ്പ് സിഗ്നൽ താഴെ മാത്രമേ പോകും. താഴെ പൊതുവെ ജീപ്പ് കാണാൻ പറ്റും. സിഗ്നല് തരാത്തതുകൊണ്ട് ട്രെയിൻ ഓണടിച്ച് സിഗ്നൽ കിട്ടിപ്പിക്കുകയാണ്. സിഗ്നൽ കൊടുക്കുന്ന ആൾ ഉറങ്ങിയൊന്നും അറിഞ്ഞൂടാ. വേറെ ട്രെയിനും വരാനില്ലാത്തതുകൊണ്ട് കിട്ടേണ്ടതാണ്.
അപ്പോൾ സിഗ്നൽ കിട്ടി, സിഗ്നൽ താന്നു. പക്ഷെ ട്രെയിൻ മൂവ് ചെയ്യാണ്. ഇനി നല്ല വാലിയാണ് ഇവിടുന്ന് അങ്ങോട്ടേക്ക്. കാരണം കൂണ്ടിലേക്ക് ഊട്ടിയിൽ നിന്ന് കൂണ്ടിലേക്ക് താഴത്തേക്ക് ഇറങ്ങി പോവുകയാണല്ലോ. നല്ല ഹൈറ്റിലേക്ക് ഇറങ്ങണത്. വീണ്ടും യൂക്കാലി തോട്ടങ്ങൾ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സിഗ്നല് പോകാനുള്ള താഴത്തേക്കാണ് കേട്ടോ, മുകളിലേക്കല്ല. കൊടി വീശുന്നുണ്ട്, അടുത്ത പ്രശ്നം ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരുന്നാൽ അവിടെ സ്റ്റേഷനാണ് കേട്ടോ. അടുത്ത സ്റ്റേഷൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതും നമ്മുടെ ഈ ഭാഗത്താണ് സ്റ്റേഷൻ വരുന്നത്. വെരി ഗുഡ്. സ്റ്റേഷൻ്റെ പേര് കെട്ടി സ്റ്റേഷൻ ആകിയ. കെട്ടി ഇപ്പം 2092 മീറ്റർ, 2 കിലോമീറ്ററും 92 മീറ്റർ ഹൈറ്റിലായി. നേരത്തെ അതുണ്ടായിരുന്നത് ഊട്ടി 2.3 സംതിങ് കിലോമീറ്റർ ഹൈറ്റിലായിരുന്നു. താഴത്തേക്ക് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. പഴയ സിസ്റ്റമാണ് കേട്ടോ. പഴയ നേരത്തെ തന്നെ കാണിച്ച വീഡിയോ കണ്ട പോലത്തെ പഴയ സിസ്റ്റമാണ്. റിങ് കൊടുക്കുകയാണ്, റിങ് കൊടുക്കണം കൈമാറലുമാണ്. സിഗ്നൽ സിസ്റ്റം പഴയതാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇവിടെ. കെട്ടി സ്റ്റേഷൻ നമ്മൾ ഇവിടെ പറയാണ്. സ്റ്റേഷൻ്റെ കെട്ടിടം കാണിച്ചു തരാം. സ്റ്റേഷൻ മാഷ് കെട്ടി. ഇവിടെ ലെവൽ ക്രോസും ഉണ്ട്. വീണ്ടും യൂക്കാലിത്തോട്ടങ്ങൾക്കിടയിലേക്ക് പോവുകയാണ്. ഇറക്കമാണല്ലോ. ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത വാലി വന്നിരിക്കുകയാണ്. എല്ലാം തേയിലത്തോട്ടങ്ങളാണ്. അവിടെ ഒരു റിസോർട്ടോ മറ്റോ കാണാം. യൂക്കാലിത്തോട്ടങ്ങളിലൂടെ പിന്നെയും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അപ്പുറത്തെ ഭാഗത്തേക്കായി മാറിയിട്ടുണ്ട്. സ്റ്റേഷനെത്തിയിട്ടുണ്ട്. ലൗഡയിൽ കെട്ടി കഴിഞ്ഞാൽ അടുത്ത സ്റ്റേഷനാണ് അറവങ്കാട്. ലെവൽ ക്രോസിൽ റെയിൽവേ സ്റ്റേഷൻ. ആരും ഇറങ്ങാനും ഇല്ല, കയറാനും ഇല്ല. സ്റ്റാഫ് മാത്രം ഇറങ്ങി കയറുന്നുണ്ട്. എല്ലാവരും കൂണിലേക്കുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു. ടൂറിസ്റ്റ് അല്ലേ, എല്ലാം മുട്ടി പോകും, തിരിച്ചെടുത്ത് വരും. അറിയാത്ത കാര്യം അവിടെ ഇരിക്കണം കേട്ടോ. വായിച്ചില്ലേ, നോ സ്മോക്കിംഗ്. സ്മോക്കിംഗ് ദ ട്രെയിൻസ് 200 രൂപ വേണം കേട്ടോ. അയാളെ കയ്യിലുള്ള റിങ് അത് കൊടുത്തു, റിങ് വാങ്ങി. ട്രെയിൻ പോവാണ്. ഇപ്പോഴും പഴയ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം മറവും കാണുന്ന ട്രെയിൻ പുറപ്പെട്ടു. അവിടെ അളവ് ഗ്രീൻ സിഗ്നൽ കാണിക്കണ്ട. അവിടെ ഭയങ്കര ഗ്യാപ്പാട്ടോ ട്രെയിനും പ്ലാറ്റ്ഫോം തമ്മിൽ. അവിടെ ഒരു 2 ലൈൻ തമ്മിൽ കൂടിച്ചേരുന്ന ജംഗ്ഷൻ ഉണ്ട് അവിടെ. അത് പുള്ളി പോയി കൈ കൊണ്ട് ശരിയാക്കിയിട്ടാണ് സിഗ്നൽ കാട്ടി വണ്ടി പുറത്തേക്ക് വിട്ടത്. ഇതില് റോഡ് പോകുന്നുണ്ട്. മെയിൻ റോഡാണല്ലോ. ഇവിടെ പാലമുണ്ട് കേട്ടോ. പുഴയാണോ? നല്ല ആഴുണ്ടല്ലോ. എൻ്റെ അമ്മോ, വെള്ളം ഒഴുകുന്നുണ്ട്. നല്ല ആഴമുള്ള പാലമാണ്. ഇത് സൂപ്പറാണ് കേട്ടോ, സൂപ്പറാണ്. നല്ല ആഴമുണ്ട്. വെല്ലിംഗ്ടൺ എന്ന സ്റ്റേഷനിലേക്ക് നമ്മുടെ ട്രെയിൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. 2.23 കിലോമീറ്റർ ഹൈറ്റിൽ നിന്നും നമ്മളിപ്പോൾ 1.769 ഹൈറ്റിലേക്ക് താഴ്ന്നിരിക്കുകയാണ്.
അവിടെ ഡ്രൈവർ വളയം കൈമാറി, ചെറിയ വളയമാണ്, അയാൾ വാങ്ങിക്കൊണ്ടുപോയിട്ടുണ്ട്. തിരിച്ചടുത്ത് അവിടെ നിന്ന് അയാൾ കൊടുക്കുന്നുണ്ട്. അത് അവിടെ കൊടുത്തു. ഫ്രണ്ടിൽ ആരും കയറാമെന്നില്ലാന്ന് തോന്നുന്നത്. കുറേ കൊടി മാത്രമേ ഉള്ളൂ, ആരും കയറണമെന്നില്ല. ഇവിടുന്ന് ട്രെയിൻ പോവാണ്. ഇനി വാങ്കർ ഇറക്കണം ഇവിടുന്ന് അങ്ങോട്ടേക്ക്. പോവാ. സ്റ്റേഷൻ മാഷാണ്. വെല്ലിംഗ്ടന്റെ ടൗണും ഭാഗങ്ങളാണ് കാണുന്നത്. റേസ് കോഴ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മളങ്ങനെ കൂനൂർ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂനൂർ ആയിരത്തി 1700 അടിയിലേക്കൊന്ന് കുറഞ്ഞിട്ടോ. പക്ഷെ നമ്മൾ 500 ഇതാണ് പുറത്താണുള്ളത്. 500ഓളം മീറ്റർ, 1/2 കിലോമീറ്റർ താഴത്തേക്ക് ഇറങ്ങി കൂനൂർ സ്റ്റേഷനുള്ളത്. ആൾക്കാർ കുറെ കയറാണ്ട്, കയറൊക്കെ തിരിച്ചു പോകുന്ന ആൾക്കാരാണ്. ചായക്കടയൊക്കെ ഉണ്ടല്ലോ, തിരക്കുള്ള സ്റ്റേഷനാണ്. ഒന്ന് നമ്മളിവിടെ ഇറങ്ങട്ടെ. അപ്പോൾ ട്രെയിനിലെത്തി കൂടുതൽ ആൾക്കാരൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇനി ഇവിടുന്ന് ഞങ്ങൾക്ക് തിരിച്ച് ട്രെയിൻ 4 മണിക്കാണ്. അപ്പോൾ അങ്ങോട്ട് പോകണം. അപ്പം ട്രെയിൻ ഇവിടെ ഉണ്ട്. ട്രെയിൻ തിരിച്ചിപ്പം അങ്ങോട്ട് പോകണമാണ്. അപ്പം ഇനി അങ്ങോട്ട് പോകുമ്പം തള്ളിക്കൊണ്ടുപോയി മുമ്പിലോട്ട്. എൻജിൻ ഇവിടെ ഉണ്ട്, നേരത്തെ നമ്മൾ കണ്ടതാണ്. ഫസ്റ്റ് ക്ലാസ്സിൽ ആരും ഇല്ലല്ലോ, കാലിയാണല്ലോ. ഹിയർ ദർ ഈസ് പോലീസ് ഔട്ട്ലെറ്റ്, പോലീസ് ഔട്ട് പോസ്റ്റ് കൂനൂർ. ഇതാണ് എൻജിൻ. ഇതിൻ്റെ മെയിൻ്റനൻസ് യാർഡും എല്ലാം ഇവിടെ തന്നെയല്ല കേട്ടോ. ഈ ചെറിയ ട്രെയിനിൻ്റെ മെയിൻ്റനൻസ് നടക്കുന്നത് ഇവിടെയാണ്. അതുകൊണ്ടാണ് ഇവിടെ സ്റ്റേഷൻ കുറച്ച് വലുതാണ്. ഇപ്പം ഇത് അങ്ങോട്ട് തള്ളിപ്പോവാ കേട്ടോ. ഇങ്ങോട്ട് വരില്ല ചെയ്യുക. കാണുമ്പോഴേക്കും നമ്മൾ ഇങ്ങോട്ട് പോകാനിരിക്കും. ഞാൻ അങ്ങോട്ട് പോവുക. അപ്പോൾ ഇതിന് സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇതിന് ഇവിടെയൊക്കെ ബ്രേക്ക് ഉണ്ട്. ഓരോ ബോഗിയിലും ബ്രേക്കുള്ള എഞ്ചിനാണ്. എങ്ങനെയാ വെച്ചാൽ ഇത് ഇവർ ഓരോ ട്രെയിൻ പോകുമ്പോൾ എല്ലാ ബോഗിയിലും ഓരോ ഗാർഡുണ്ട്. എല്ലാ ബോഗിലും ഈ സാധനം കണ്ടു. അപ്പോൾ ഞാൻ നോക്കിയത്. അപ്പോൾ സംഭവിച്ചാൽ എല്ലാ ബോഗിലും വരുന്നത് ഇവരോട് ബ്രേക്ക് അപ്ലൈ ചെയ്യും. ബ്രേക്ക് എഞ്ചിനിലുള്ള എയർ ബ്രേക്കിലെ കണക്ഷന് ഇല്ല ഉണ്ട്. പക്ഷേ ഇത് സഡൻ ബ്രേക്കിന് വേണ്ടിയിട്ട് ഇത് സ്റ്റേഷനൊക്കെ എത്തുമ്പോൾ ഇത് പിടിക്കുന്നതാണ് പറഞ്ഞവർ. ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയാണിത്. അപ്പം ഡ്യുവൽ ബ്രേക്ക് സിസ്റ്റമാണ് ഇപ്പോൾ ഇതിനുള്ള പറയുകയാണെങ്കിൽ. ഒന്ന് മാനുവൽ ഇവിടെയും ഓട്ടോമാറ്റിക് മുമ്പ് എയർ ബ്രേക്കും. എന്തായാലും കൊള്ളാം പരിപാടി.